ലോറി ഡ്രൈവറായി ജോലി ചെയ്യുന്നതിനിടെയാണ് ജീവിതം തന്നെ മാറ്റിമറിച്ച ആ അപകടമുണ്ടായത്. മനു ഓടിച്ചിരുന്ന ലോറിയും ഒരു ടൂറിസ്റ്റ് ബസ്സും കൂട്ടിയിടിച്ചു. പയ്യന്നൂർ വെച്ചാണ് അപകടമുണ്ടായത്. അപകടം നടന്ന 3 മണിക്കൂറിന് ശേഷമാണ് മനുവിനെ ലോറിക്കകത്തു നിന്നും പുറത്തെടുക്കുന്നത്. ലോറി അത്രത്തോളം തകർന്നു പോയിരുന്നു. പയ്യന്നൂർ പോലീസ് മനുവിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മനുവിനെ പരിശോധിച്ച ഡോക്ടർ മനു മരിച്ചെന്ന് വിധിയെഴുതി. വൈകുന്നേരം പോസ്റ്റ് സർജൻ വന്നതിന് ശേഷമേ പോസ്റ്റ്മോർട്ടം നടത്താനാകൂ എന്നും ബന്ധുക്കളെ അറിയിച്ചു. അങ്ങനെ പോസ്റ്റ്മോർട്ടത്തിനായി മനുവിൻ്റെ ശരീരം മോർച്ചറിയിലേക്ക് മാറ്റി. ഇതിനിടയിൽ മനുവിൻ്റെ ബന്ധുക്കളുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്ന ആംബുലൻസ് ഡ്രൈവറായിരുന്ന ഒരു സുഹൃത്ത് മനുവിൻ്റെ അളിയനോട് പറഞ്ഞു, "നമുക്ക് മറ്റൊരു ആശുപത്രിയിൽ കൊണ്ടുപോകാം. ഒരൽപ്പം ജീവൻ ശരീരത്തിൽ തുടിക്കുന്നുണ്ടെങ്കിൽ അതവർ കണ്ടെത്തി മനുവിനെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരും." ഇത് കേട്ട ബന്ധുക്കൾ മനുവിൻ്റെ ശരീരം വിട്ടുനൽകണം എന്ന് ആശുപത്രി അധികൃതരോട് ആവശ്യപ്പെട്ടു. എന്നാൽ വിട്ടുനൽകാൻ സാധിക്കില്ലെന്ന് ആശുപത്രി അധികൃതർ അറിയിച്ചു. ഇതോടെ മനുവിൻ്റെ കുടുംബം ചില സന്നദ്ധ പ്രവർത്തകരുടെ എല്ലാം സഹായത്തോടെ വീണ്ടും ആശുപത്രി അധികൃതരോട് സംസാരിച്ചു. അവസാനം ICU യൂണിറ്റ് ഉള്ള ഒരു ആംബുലൻസുമായി വന്നാൽ വിട്ടുനൽകാമെന്ന് ആശുപത്രി അധികൃതർ സമ്മതിച്ചു. കൂടാതെ മരിച്ചു എന്നെഴുതിയൊരു റിപ്പോർട്ട് തിരുത്തിയ ശേഷമായിരിക്കും വിട്ടുനൽകുക എന്നും അധികൃതർ അറിയിച്ചു. അങ്ങനെ അവിടെ നിന്ന് മനുവിൻ്റെ അനക്കമറ്റ ശരീരവുമായി ആംബുലൻസ് മംഗലാപുരം ആശുപത്രിയിലേക്ക് യാത്രയായി. മംഗലാപുരം ആശുപത്രിയിൽ എത്തിച്ച മനുവിനെ പരിശോധിച്ച ഡോക്ടറും ആദ്യം പറഞ്ഞ മറുപടി ഇനി ഒന്നും ചെയ്യാനില്ല എന്നാണ്. ചെയ്തിട്ടും കാര്യമില്ല എന്നും ഡോക്ടർ വിധിയെഴുതി. പ്രഥമ ശുശ്രൂഷ ലഭിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ ആളെ രക്ഷിക്കാൻ കഴിയുമായിരുന്നു എന്നും ഡോക്ടർ ബന്ധുക്കളെ അറിയിച്ചു. എന്തായാലും ഒന്ന് ശ്രമിച്ചു നോക്കട്ടെ എന്നുള്ള ധാരണയിൽ ഡോക്ടേഴ്സ് മനുവിന് ചികിത്സ നൽകി തുടങ്ങി. തുടർന്നുള്ള 6 ദിവസം മനുവിൻ്റെ ശരീരത്തിന് രക്തം കയറ്റിയിറക്കിയുള്ള ട്രീറ്റ്മെൻറ്റ് ചെയ്തുകൊണ്ടിരുന്നു. 6 ദിവസങ്ങൾക്ക് ശേഷമാണ് മനുവിൽ പ്രതീക്ഷ വയ്ക്കാം എന്ന് ഡോക്ടേഴ്സ് പറയുന്നത്. പിന്നീട് 16 ദിവസങ്ങൾക്ക് ശേഷമാണ് മനുവിന് ബോധം ലഭിക്കുന്നത്. 1.5 മാസത്തെ ചികിത്സയ്ക്ക് ശേഷം മനു തിരികെ വീട്ടിലെത്തി. വീട്ടിലെത്തിയ ശേഷവും 1.5 വർഷത്തോളം കിടപ്പിലായിരുന്നു. അമ്മയെയും പെങ്ങളെയും മറ്റുള്ളവർ പറയുന്നതും കേട്ട് ആരൊക്കെയാണെന്ന് മനുവിന് മനസ്സിലായി. എന്നാൽ കൂടെ നിന്ന് പരിചരിക്കുന്ന സ്വന്തം ഭാര്യയെ മനു തിരിച്ചറിഞ്ഞില്ല. തന്നെ നോക്കാൻ വന്നേക്കുന്ന ഏതോ ഹോം നേഴ്സാണ് എന്ന് അവൻ കരുതി. കിടപ്പിലായ മനുവിനെക്കുറിച്ചുള്ള കാണാനെത്തിയ ചില ബന്ധുക്കളും സുഹൃത്തുക്കളും അടക്കം പറയുന്ന മനു കേൾക്കാനിടയായി. ഇനി ഇവർ നടക്കാൻ സാധിക്കുമോ? അതോ ജീവിതാവസാനം വരെ കിടക്കേണ്ടി വരുമോ? ഇനി അഥവാ എഴുന്നേൽക്കാൻ സാധിച്ചാലും മരണം വരെ ഊന്നുവടിയുമായി കഴിയേണ്ടി വരുമോ? തുടങ്ങിയ അടക്കം പറച്ചിലുകൾ മനുവിനെ മാനസികമായി തളർത്തി. ഭാര്യയുടെ പിതാവ് വന്ന കാര്യങ്ങൾ പറയുമ്പോഴാണ് തനിക്കൊരു ഭാര്യ ഉണ്ടെന്നുള്ള സത്യം മനു തിരിച്ചറിയുന്നത്. തന്നെ നോക്കിയ ഹോം നേഴ്സ് തൻ്റെ ഭാര്യയാണ് ഉൾപ്പെടെ ഉൾക്കൊള്ളാൻ മനുവിന് വളരെ നാളെടുത്തു. 1.5 വർഷത്തിന് ശേഷം മനു പതിയെ എഴുന്നേൽക്കാമെന്ന അവസ്ഥയിലെത്തി. ഒരു കുഞ്ഞ് പിച്ച വെച്ച് നടക്കുന്നത് പോലെ മനു ജീവിതത്തിലേക്ക് പിച്ച വെച്ച് തുടങ്ങിയ സമയമായിരുന്നു അത്. ഈ സമയത്ത് ആശുപത്രി ബില്ലടയ്ക്കാൻ സഹായിച്ചവരിൽ ചിലർ ആ പണം തിരികെ കിട്ടിയാൽ കൊള്ളാമായിരുന്നു എന്ന ആവശ്യമായി മനുവിനെ തേടിയെത്തി. എന്നാൽ പണം തിരികെ കൊടുക്കാൻ സാധിക്കാതെ അവസ്ഥയിൽ നിൽക്കുന്ന മനുവിന് വീട്ടിലെ അവസ്ഥ കാരണം വീണ്ടും കടം വാങ്ങേണ്ടി വന്നു. മറ്റൊരു വഴികളെല്ലാം അടഞ്ഞപ്പോൾ മനു ജോലി അന്വേഷിക്കാൻ ആരംഭിച്ചു. ഈ അവസ്ഥയിലിരിക്കുമ്പോൾ ആൾക്ക് ആര് ജോലി നൽകാനാണ് എന്ന് മനസ്സിലായപ്പോൾ മനു രണ്ടും കൽപ്പിച്ച് തൊഴിലുറപ്പ് ജോലിക്ക് പോയി തുടങ്ങി. ഇപ്പോൾ നല്ലപോലെ ഒന്ന് നിൽക്കാൻ പോലും കഴിയുന്നില്ലെങ്കിലും മനു ജോലിക്ക് പോകുകയാണ്. വീഴ്ചകൾ തളരാതെ മുന്നോട്ട് പോകാൻ ആ ചെറുപ്പക്കാരൻ സാധിച്ചത് അവൻ്റെ മനസ്സിൻ്റെ ബലം കൊണ്ടാണ്. അപകടങ്ങൾ ഒഴിയാത്ത ജീവിതമാണ് മനുവിൻ്റേത് എന്ന് പറഞ്ഞിരുന്നല്ലോ. ആദ്യ അപകടം 2 വയസ്സിൽ. 10 വയസ്സുള്ളപ്പോൾ അച്ഛൻ അമ്മയെ ഉപേക്ഷിച്ച് പോകുന്നു. മദ്യപാനിയായ അച്ഛൻ്റെ മർദ്ദനം, പട്ടിണി, ഇങ്ങനെയുള്ള ഒരു ബാല്യമായിരുന്നു മനുവിൻ്റേത്. 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ മരത്തിൽ നിന്ന് വീണ് മറ്റൊരു അപകടത്തിനും ഇരയാകേണ്ടി വന്നു മനുവിന്. ഇത്രയൊക്കെ ആയിട്ട് മനു വിധിക്ക് മുന്നിൽ തലകുനിച്ചില്ല. ഓരോ നിമിഷവും വീഴുന്തോറും പിടിച്ചെഴുന്നേൽക്കാൻ ആ യുവാവ് ശ്രമിച്ചുകൊണ്ടേയിരുന്നു. ഇന്ന് മനു ഒരുപാട് പേർക്കൊരു പ്രചോദനമാണ്. വീഡിയോ ഇഷ്ടമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ, ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ.